ഇനി നമ്മൾക്കൊരു 55-60 വയസ്സായി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ മെഡിക്ലെയിം അതേപോലെ സംഭവം എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴത്തെ പൈസ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് ചുരുങ്ങിയത് ഒരു 20,000 റുപ്യ വരുള്ളൂ ഒരു മെഡിക്ലെയിം എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ. പക്ഷെ നമുക്കൊരു 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വ്യക്തിക്ക് തന്നെ ഒരു 30-35,000 റുപ്യോളം വരും മെഡിക്ലെയിം. ഇത് മെഡിക്ലെയിമിന്റെ പരസ്യവും കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ലൈഫ് സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള റൂട്ടുകൾ ഞാൻ പറഞ്ഞു തരുന്നു മാത്രമേ. അപ്പൊ അങ്ങനെ മെഡിക്ലെയിം വരുന്ന സമയത്ത് ഭാര്യ ഭർത്താവ് പിള്ളേരെ വഴിക്ക് പോയിക്കോളൂ, നമ്മൾ ചിന്തിക്കണ്ട, നല്ല വിദ്യാഭ്യാസം കൊടുക്കാന്ന് മാത്രമാണ് ഇപ്പൊ നമ്മുടെ ഉദ്ദേശമുള്ളൂ. അപ്പൊ ഏകദേശം ആ സമയത്തേക്ക് ഒരു 60,000 റുപ്യോളം നമുക്ക് സ്വയം വരുമാനം നമുക്ക് കിട്ടിയിരിക്കണം. നമുക്ക് പണിയെടുക്കാൻ പറ്റാത്ത സമയത്ത് നമ്മുടെ ഹോസ്പിറ്റൽ ചെലവ് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഫണ്ട്, നമുക്ക് അങ്ങനത്തെ പണിക്ക് പോയിട്ട് സമ്പാദിക്കാനൊന്നും പറ്റില്ല. ആ ഒരു ഫണ്ട് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് പെൻഷൻ പ്ലാനുകൾ എന്ന സംഭവമുണ്ട്. പെൻഷൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം, എൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ എൻ്റെ സ്വന്തം ഞാൻ പ്രാക്ടിക്കൽ വരുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ വേറെ അവിടെ നിന്ന് കേട്ടിട്ട് തന്നെയാണ് നമുക്ക് ചെയ്യണത്. പക്ഷെ അത് ഞാൻ പ്രാവർത്തികമാക്കിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലാണ്ട് നമുക്ക് ചെയ്യാത്ത കാര്യം ഞാൻ പറഞ്ഞു തരുന്നില്ല. അതിലിപ്പോൾ ഏകദേശം എനിക്ക് ഒരു വർഷത്തേക്ക് ഒരു 40 രൂപയോളം ഒരു സെക്ഷനിൽ ഇപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ഒക്ടോബറിൽ ഇതേപോലെ തന്നെ ഒരു 40 രൂപയോളം വരും. അപ്പോൾ ഒരു 80,000 റുപ്യോളം എനിക്ക് ഇനി 100 വയസ്സാവണ വരെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഏകദേശം രൂപ മനസ്സിലായില്ലേ? അതായത് ഒരു മെഡിക്ലെയിം ചെയ്യാൻ 60 വയസ്സ് കഴിഞ്ഞാലും എനിക്ക് ആ പൈസ എടുത്ത് എനിക്ക് മെഡിക്ലെയിം ചെയ്യാം. അപ്പോൾ ആ ഭാഗം ഞാൻ സേഫാക്കി. ജീവിതം എത്ര കാലം ഉണ്ടെന്നുള്ളത് നമ്മുടെ കയ്യിലല്ല, അതെല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ ചെയ്യണ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകുക എന്നുള്ളതാണ്.